നമ്മളൊരു അടിപൊളി സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് നോക്കിയാലോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. അതും സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർ, ഒരുപാട് കെമിക്കലിൻ്റെ പുറകിൽ പോകുന്നവർ ദയവ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന ഈ ഒരു വൈറ്റനിങ് പാക്ക് ട്രൈ ചെയ്തോളൂ കേട്ടോ. സ്കിന്നിൽ നിങ്ങൾക്ക് ആ ഒരു അമേസിങ് ആ ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. വെൽക്കം ബാക്ക് ടു ഇൻസ്പയർ ഷൈന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ സ്കിൻ വൈറ്റനിങ് പാക്കാണ്. വൈറ്റനിങ് എല്ലാവർക്കും വേണ്ടത് പെട്ടെന്ന് നിറം വയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് വെളുക്കണം. പെട്ടെന്ന് വെളുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റുന്നോ അത്രയും നമുക്ക് ചുറ്റുമുള്ള പല ആൾക്കാരും തന്നെ റിസ്ക് എടുക്കുന്നുണ്ട്. എന്ത് നമുക്ക് സംഭവിച്ചാലും കുഴപ്പമില്ല, എനിക്കൊന്ന് വെളുത്താൽ മതി എന്ന മൈൻഡ് സെറ്റുള്ള ആൾക്കാർ വരെ ഉണ്ട്. സ്കിന്നിന് എത്ര ദോഷമായാലും ശരി, നമ്മളുടെ ആരോഗ്യത്തിനെ എത്ര ബാധിച്ചാലും കുഴപ്പമില്ല, എനിക്ക് വെളുക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ളവർ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. വെളുത്ത് വരുമ്പോഴത്തേക്കും നമ്മളില്ലാതായിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽത്തും കൂടെ നോക്കിക്കൊണ്ട് സേഫായിട്ട് നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. കാരണം ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുക. പ്ലസ് നിങ്ങൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എല്ലാ വീഡിയോസിലും പറയുന്നത് ഞാൻ അത് ആദ്യം പറയാതെ ഞാൻ പറയത്തില്ല, സ്കിൻ കെയറിൻ്റെ കാര്യം. സ്കിൻ കെയർ ചെയ്യുക, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. അല്ലാതെ ഈ കെമിക്കൽ എടുത്ത് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ സ്കിന്നിനെ പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യൂ, സ്കിന്നിനെ ശ്രദ്ധിക്കൂ, സ്കിൻ കെയർ കൊടുക്കൂ. നമുക്ക് ആവശ്യമുള്ള നമ്മളുടെ ഏജിനനുസരിച്ച് നമുക്ക് സ്കിന്നിന് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. നമ്മളെങ്ങനെയാണോ ഏജിനനുസരിച്ച് ഒരു ഡയറ്റ് നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഫുഡ് നമ്മൾ ഒരു ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും എടുത്ത് കഴിക്കൂല്ലേ, പലതും സ്വീറ്റ് ആയിക്കോട്ടെ എല്ലാം എടുത്ത് കഴിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ ഓരോ ഏജ് കൂടുന്തോറും നമുക്ക് വ്യത്യാസങ്ങൾ, നമ്മൾ ബോഡിയിൽ തന്നെ ഒരുപാട് വ്യത്യാസം നടക്കും. അതുപോലെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവാം. അത് ഇന്ന പ്രായം കഴിയുമ്പോൾ ഇന്ന സംഭവം നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, ഇന്ന പ്രശ്നങ്ങൾ വരും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ ഏജിനനുസരിച്ച് നമ്മൾ ഫുഡ് രീതികളൊക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ സ്കിന്നിനെയും നമ്മൾ ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. അത് ചെയ്ത് വരുമ്പോൾ ഏത് പ്രായത്തിലാണെങ്കിലും ശരി, നമ്മളുടെ സ്കിന്നിൽ ഒരു രീതിയിലുള്ള പ്രോബ്ലംസോ റിങ്കിൾസോ ഡ്രൈനസോ വേറെ പിഗ്മെൻറ്റേഷൻ, എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് പിഗ്മെൻറ്റേഷൻ എന്നുള്ളത്. ഇങ്ങനത്തെ ഒരു ഇഷ്യൂസും വരത്തില്ല. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്കിൻ കെയർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നിങ്ങളുടെ സ്കിൻ്റെ പ്രശ്നങ്ങൾ കുറഞ്ഞു വരുന്നത് അറിയാൻ പറ്റും. അപ്പോൾ ഒരുപാട് പിഗ്മെൻറ്റേഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പോയിട്ട് ചെയ്യുന്ന കാര്യം, ലേസർ ട്രീറ്റ്മെൻറ്റ് എടുക്കും, ഡോക്ടേഴ്സിനെ കാണും, പല എക്സ്പെൻസീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്നിട്ട് റിസൾട്ട് ഉണ്ടോ? ഇല്ല. കാരണം ഡെയിലി വൈസിൽ ഞാൻ ഇതുപോലെ ഒരുപാട് പേരെ ഞാൻ പേഴ്സണലായിട്ട് കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പം നമുക്കറിയാൻ പറ്റും ഒത്തിരി പ്രശ്നങ്ങളാണ്. എവിടെ പോയിട്ട് ഒരു മാറ്റം ഉണ്ടാവത്തില്ല. കാരണം നമുക്കൊരു താൽക്കാലികമായിട്ടൊരു റിസൾട്ട് കിട്ടുന്നുള്ളൊരുപരി ഒരിക്കലും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാവില്ല. പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ സ്കിൻ കെയർ ചെയ്തേ പറ്റൂ. സ്കിന്നിൻ്റെ നമ്മുടെ ഏജിനനുസരിച്ചും സ്കിന്നിൻ്റെ പ്രശ്നത്തിന് മനസ്സിലാക്കിക്കൊണ്ട് ക്ലെൻസ്, ടോൺ, മോയ്സ്ചർ ആൻഡ് നൈറ്റ് റൊട്ടീൻ ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് 100% ഒരു റിസൾട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ്, എന്ത് പ്രൊഡക്റ്റ് മേടിക്കണം, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഇതൊന്നും അറിയില്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ ഗൈഡൻസ് എടുക്കാവുന്നതാണ്. വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് 3 months നമ്മളുടെ ഗൈഡൻസിലൂടെ നിങ്ങൾക്ക് സ്കിന്നിൽ എന്തൊക്കെ പ്രോബ്ലം ഉണ്ട് അതെല്ലാം തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നമ്മളുടെ സ്കിൻ വൈറ്റനിങ് പാക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആവശ്യമില്ലാത്ത കെമിക്കലൊന്നും ഉപയോഗിച്ച് സ്കിന്ന് നാശാക്കരുത്. പ്രത്യേകിച്ച് സ്കിന്നിന് മാത്രമല്ല നമ്മുടെ ഹെൽത്തിനും കൂടെ പ്രോബ്ലം ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തേൽ ഞാൻ പറഞ്ഞു തരുന്നത് ഒരു രീതിയിൽ കെമിക്കലൊന്നും വരാതെ വീട്ടിൽ തന്നെ നമുക്ക് സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വൈറ്റനിങ് പാക്കാണ് കേട്ടോ. അപ്പോൾ അതിലേക്കായിട്ട് നമുക്ക് വേണ്ടത് പൊട്ടറ്റോ എടുക്കുക, ഉരുളക്കിഴങ്ങ് എടുക്കുക, സ്കിന്നൊക്കെ പീൽ ചെയ്ത് കളയുക. അത് നന്നായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ മിക്സിയിലിട്ട് അടിക്കണമെന്നില്ല, ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അതൊരു സ്ട്രെയിനറിൽ വെച്ച് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക. അപ്പോൾ ഒരു പൊട്ടറ്റോയിൽ നിന്ന് നമുക്ക് എത്രയാണോ ജ്യൂസ് കിട്ടുക, ഒരു ഉരുളക്കിഴങ്ങിൽ നിന്ന് കിട്ടുന്ന ജ്യൂസ് അത് എടുക്കുക. എന്നതിന് ശേഷം നമ്മളൊരു ഗ്ലാസിൻ്റെ ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ നമ്മൾ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം പൊട്ടറ്റോ എന്ന് പറയുന്നത് ബ്ലീച്ചിങ് ഏജൻറ്റാണ്. നമ്മുടെ സ്കിന്നിന് ബ്ലീച്ചിൻ്റെ റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ വൈറ്റനിങ്ങിൻ്റെ പുറകിൽ പോകുന്നവർക്ക് സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മളുടെ
എന്താ പറയുക ഈ പൊട്ടറ്റോ വെച്ചിട്ടുള്ള പാക്കുകളൊക്കെ തന്നെയാണ്. അപ്പോൾ പൊട്ടറ്റോ എടുത്തു, അതിലേക്ക് നമ്മൾ മിൽക്ക് കൊടുത്തു, അതിലേക്ക് നമ്മൾ 1 സ്പൂൺ നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. 3 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കുക. 3 ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ 1 പൊട്ടറ്റോ എടുക്കുന്ന സമയത്ത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ 3 എടുക്കണം കേട്ടോ. 3 പൊട്ടിക്കുക, നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ശേഷം നമ്മൾ 1 സ്പൂൺ നമ്മൾ അലോവേറ ജെല്ലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓയിലി സ്കിന്നുള്ളവർക്ക് ഞാൻ അത്രയും പറയത്തില്ല, കാരണം ഓയിലി സ്കിന്നിന് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തു കഴിഞ്ഞാൽ സ്കിന്നിൽ പിമ്പിൾസ് വരും. അപ്പോൾ അതുകൊണ്ട് അത് പറ്റത്തില്ല, മിൽക്ക് പറ്റത്തില്ല. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്കിതിനകത്ത് വരുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഓയിലി സ്കിന്നുകാർക്ക് നമ്മൾ കൂടുതൽ പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വൈറ്റനിങ് പാക്ക് നിങ്ങൾക്ക് സ്യൂട്ടാവില്ല കേട്ടോ. അപ്പോൾ അതല്ല, നോർമൽ സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾക്കിത് ധൈര്യമായിട്ട് എടുക്കാം, നോർമൽ ടു ഡ്രൈ സ്കിന്നിന്. അപ്പോൾ 1 സ്പൂൺ നമ്മൾ അലോവേറയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു പാക്കായിട്ട് നമുക്ക് ആഴ്ചയിൽ 2 or 3 പ്രാവശ്യം നമ്മൾ ചെയ്തു വരുവാണെന്നുണ്ടെങ്കിൽ സ്കിന്നിൽ നല്ല വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ എന്ത് പാക്ക് എന്ത് ഇടുമ്പോഴും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പാക്ക് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് തന്നെ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഐസ് ട്രേക്കകത്ത് വെച്ച് ഐസ് ക്യൂബായിട്ട് സെറ്റ് ചെയ്തിട്ടും നമുക്കിത് മസാജ് പോലെയും ചെയ്യാം കേട്ടോ. അതും ഭയങ്കര എഫക്റ്റീവാണ്, ഭയങ്കര റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഐസാക്കി വെച്ചിട്ട് നമ്മളൊന്ന് ഐസ് വെച്ച് നമ്മൾ മസാജ് കൊടുത്ത് നോക്കൂ, അത് ഭയങ്കര റിസൾട്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിത് ചെയ്യാം. ഇത് നമ്മൾ ഈ അലോവേരയും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ടെക്സ്ചർ നല്ലൊരു ക്രീം ഇതിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് തണുപ്പിച്ച് നമ്മൾ യൂസ് ചെയ്താലും കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ വെച്ച് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ആഴ്ചയിൽ 3 പ്രാവശ്യം എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും അറിയിക്കണം. അപ്പോൾ എന്ത് പാക്ക് ഇടുമ്പോഴും അതിൻ്റെ കൂടെ നമ്മൾ ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ക്ലെൻസിങ് എന്ന് വെച്ചാൽ ഡീപ്പ് ക്ലീനിങ് ആണ്. സാധാരണ ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്യുന്നതും ക്ലെൻസറും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്കിൻ്റെ ഔട്ടർ ലെയറാണ് ക്ലിയർ ആവുന്നത്. ക്ലെൻസർ എന്ന് പറയുമ്പോൾ ഡീപ്പ് ക്ലീനിങ് ആണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ, ഡ്രൈനസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ 40 പരാതി മിൽക്ക് ക്ലെൻസർ ഉപയോഗിക്കാം കേട്ടോ. ഞാനിതൊരു പ്രൊമോഷൻ്റെ പാർട്ടായിട്ട് പറയുന്ന ഒരു സംഭവമേ അല്ല. ഇത് ഉപയോഗിച്ച് നോക്കിയവർ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ. അപ്പോൾ അവർക്കെല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു മാജിക് എന്താണെന്നുള്ളത്. ഇതുവരെ മാർക്കറ്റിൽ ഉള്ളതിൽ നമ്പർ 1-ലാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം അത്രയും സ്കിന്നിന് സേഫായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട്. സേഫായിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാവാം, ഒത്തിരി കെമിക്കൽ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഉണ്ടാവാം. പക്ഷെ അതൊന്നും തന്നെ നമ്മളുടെ സ്കിന്നിന് സേഫ് അല്ല. ഇവിടെ നമ്മളുടെ സ്കിന്നിനെ സേഫാക്കി വെച്ചുകൊണ്ട് നമുക്ക് ഒരു ക്ലിയർ സ്കിൻ അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അത് നമുക്ക് ഈവൻ കുട്ടികൾക്ക് വരെ, ഞാൻ പറയാറുണ്ട് എല്ലാ വീഡിയോസിലും, കുട്ടികൾക്ക് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്ലെൻസറാണ് ഇത് വരുന്നത്. ഇത് ശരിക്കും ഒരു ആയുർവേദിക്കാണ്. പക്ഷേ നമ്മളിത് ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള ഓയിലോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളെ സ്കിന്നിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിനോടകം മേടിച്ച് ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. നോർമലി ഈ ഒരു രീതിയിൽ പതുക്കെ സോഫ്റ്റായിട്ട് ഒന്ന് മസാജ് കൊടുക്കുക. നമ്മളിതുപോലെ പ്ലെയിൻ വാട്ടറാണ് കേട്ടോ, ഇതിലേക്ക് ഒന്ന് വെള്ളം കൊണ്ട് കഴുകാത്ത നമ്മൾ സ്കിന്നിൽ അല്ലെങ്കിൽ ഒന്നും തന്നെ നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത ഫീലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഈ വെള്ളം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിനകത്ത് ഒരു രീതിയിൽ ഓയിലും ഇല്ല. ഇതാണ് ഈ ഒരു മാജിക് നമ്മുടെ സ്കിന്നിൽ സംഭവിക്കും. സേഫായിട്ട് നമ്മുടെ സ്കിൻ ക്ലിയർ ആവും. അപ്പോൾ ഓക്കെ, ഞാൻ ഇന്ന് തന്ന വൈറ്റനിങ് പാക്ക് തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അറിയിക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.